Good morning. ചോദിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ, കുറച്ച് പേരായിട്ടുള്ളല്ലോ. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ ജസ്റ്റ് ആ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആ ഒരു സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അടുത്തത് ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ. ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു വെച്ചായിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ? തുടങ്ങിയായിരുന്നോ? നോ, തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ, ഈ ടേബിൾ വരെയും പറഞ്ഞു നിർത്തി അല്ലെ, ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ്, അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ. ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ. എന്താണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്? ഈ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓറിയന്റേഷൻ. എന്താന്ന് നോക്കിയേ, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ന്യൂ എംപ്ലോയീസ് ഫെമിലിയർ വിത്ത് ദ പ്രസന്റ് എംപ്ലോയി ആറ്റ് ദ പ്രസന്റ്. ഓക്കെ, അവിടെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ. With the present employee and the practice of the organization is termed as orientation or induction. എന്താന്ന് നോക്കിയേ, the process of making new employee, പുതുതായിട്ട് ആ സ്ഥാപനത്തിലേക്ക് വരുന്ന എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു, ആ കമ്പനിയിലെ നിലവിലുള്ള എംപ്ലോയീസിനെയും ആ ഓർഗനൈസേഷനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന, ഫെമിലിയർ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുതുതായിട്ട് ആ സ്ഥാപനത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്താ അവിടുത്തെ ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ സ്ഥാപനത്തെ കുറിച്ചോ ഒന്നും നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ നമുക്ക് അവരെ പുതുതായിട്ട് വരുന്ന എംപ്ലോയിനെ ഫെമിലിയർ ആക്കുന്നു. ആരെയൊക്കെ? വിത്ത് ദ പ്രസന്റ് എംപ്ലോയി ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനുകളുടെ രീതികളെയും അവിടുത്തെ നിലവിലുള്ള എംപ്ലോയീസിനെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇത്. പരിചയപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. All the activities of introducing a new candidate to the organization and his department are involved in the induction process. അപ്പൊ ഈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത് എന്താ? All the activities of introducing new candidates. ഒരു പുതിയ കാൻഡിഡേറ്റ്സിനെ, പുതിയ ആപ്ലിക്കൻസിനെ, പുതിയ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടും. Okay, all the activities of introducing new candidates to the organization, ആ സ്ഥാപനത്തിലേക്കും അതുപോലെ and his department, അവന്റെ ഏത് സെക്ഷൻ ആണോ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അതിലേക്ക് അവനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്താം. രണ്ട് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. എന്താണ് ഈ ഡാഷ് അങ്ങനെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ആളുകളെയോ ഡിപ്പാർട്ട്മെന്റിനെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, പുതുതായിട്ട് വരുന്ന എംപ്ലോയീസിനെ ആ സ്ഥാപനത്തെ കുറിച്ച്, അവിടുത്തെ പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇൻഡക്ഷൻ ട്രെയിനിങ് ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഓൺ കമ്പനി ഹിസ്റ്ററി. ഇനി എന്തൊക്കെയാ അതിനകത്ത് ഇൻഡക്ഷൻ പ്രോസസ്സിൽ? ഇൻഡക്ഷൻ ട്രെയിനിങ് ആണ്, അവർക്ക് കൊടുക്കാണ് ഒരു ട്രെയിനിങ് ആണ്. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്തിലേക്കാ ഫോക്കസ് ചെയ്തേക്കുന്നത്? എക്സ്ക്ലൂസീവ്ലി ഓൺ കമ്പനി ഹിസ്റ്ററി. കമ്പനിയുടെ ഹിസ്റ്ററി, ഹെൽത്ത്, ആ എംപ്ലോയിയുടെ ഹെൽത്ത്, സേഫ്റ്റി,
then കമ്പനി പോളിസി ആൻഡ് മെഷേഴ്സ്, പോളിസികളും അതുപോലെ കമ്പനിയിലെ നടപടിക്രമങ്ങളും ഇതിനൊക്കെയാണ് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ പറയല്ല. ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ എന്താ അവർ ഉൾപ്പെടുത്തിയേക്കുന്നത്? കമ്പനിയുടെ ഹിസ്റ്ററി, കമ്പനിയുടെ പശ്ചാത്തലങ്ങള്, ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവിടെ എംപ്ലോയിയുടെ ഒക്കെ ഹെൽത്ത്, ആരോഗ്യം, അവരുടെ സുരക്ഷയും കമ്പനിയുടെ പോളിസികളും നടപടിക്രമങ്ങളും. പിന്നെ ആൻഡ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ അതുകൂടാതെ എന്തിനും ഒരു ഫലപ്രദമായിട്ടുള്ള പഠനത്തിനും ഒരു വികസനത്തിനും കൂടിയുള്ള ഒരു മാർഗം കൂടിയായിട്ട് ഈ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിനെ നമുക്ക് പറയാം, അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ആ കാൻഡിഡേറ്റ്സിന് ആ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ പറ്റില്ലേ, അവിടുത്തെ ആളുകളെ കുറിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ അവന്റെ ആ ഒരു ഡെവലപ്മെന്റിന് അല്ലെ, അപ്പൊ അതനുസരിച്ച് അവന് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് നമുക്ക് ഒന്നും അറിയില്ലാതെ ചെയ്യുന്നതും നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മൾ അത് ചെയ്യുന്നതിന് ഒത്തിരി വ്യത്യാസമല്ലേ. അപ്പൊ അങ്ങനെ അവന്റെ ഡെവലപ്മെന്റിന് പുതിയ കാര്യങ്ങള് ഒരു ഫലപ്രദമായിട്ടുള്ള പഠനത്തിനും അവന്റെ വികസനത്തിനും വേണ്ടി ഈ ഇൻഡക്ഷൻ ട്രെയിനിങ് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ അതിലെ ഇൻഡക്ഷൻ ട്രെയിനിങ് അതിനാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. This type varies based on individual companies. ഇനി ഈ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ വ്യത്യാസപ്പെട്ടിരിക്കും. ആ കമ്പനീനെ ബേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ കമ്പനീസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. Each company should make use of subject matter to go well with his own specific needs. Okay, ഓരോ കമ്പനിയും അവർക്കിടെ എന്താണ്, അപ്പൊ അതിനകത്ത് എന്താണ് അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ് അതാണ്, അപ്പൊ അവർക്കിടെ ആ പ്രത്യേക ആവശ്യമായി നന്നായി ആ പുതിയ കാൻഡിഡേറ്റ്സ് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ ട്രെയിനിങ് ഉപയോഗിക്കാം. അപ്പൊ ആ കമ്പനി എന്താണോ, അല്ലെങ്കിൽ അവിടുത്തെ ആവശ്യങ്ങൾ എന്താണോ, ഏത് ടൈപ്പ് കമ്പനിയാണോ, അപ്പൊ ആ ആവശ്യങ്ങളുമായി പുതിയതായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിനെ പൊരുത്തപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അവര് ഫെമിലിയർ ആക്കുകയാണ്. ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്ത് കമ്പനിയെ പരിചയപ്പെടുത്തുന്നു. അവിടുത്തെ പുതിയ എംപ്ലോയീസിനെ നമുക്ക് അവിടെ നിലവിലെ പ്രസന്റ് എംപ്ലോയീസിനെ ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അല്ലെ. ഇവിടെ നിലവിൽ വന്നിട്ടുള്ള പുതിയതായിട്ട് വന്ന എംപ്ലോയീസിനെ അവിടെ നിലവിലുള്ള എംപ്ലോയീസിനെ കമ്പനിയെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പനി എന്താണ്, അത് ഏത് ടൈപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ആ പ്രത്യേക ആവശ്യകതകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനെ പൊരുത്തപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷയം ഉപയോഗിക്കാം. ഇറ്റ് ബിക്കം എ നെസസറി ദാറ്റ് ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് വെൽ പ്ലാൻഡ്. അപ്പൊ എങ്ങനെയെങ്കിലും ചെയ്താൽ മതിയോ? ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ രീതിയിൽ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ. എങ്ങനെയായിരിക്കണം? വെൽ പ്ലാൻ, നന്നായിട്ട് ആസൂത്രണം ചെയ്യണം. ആൻഡ് പ്രസന്റഡ് ഇൻ എ സ്ട്രക്ചർ, എങ്ങനെ വേണം, ഒരു നല്ലൊരു സ്ട്രക്ചറില്, നല്ലൊരു ഘടന, ഒരു അടക്കം ചിട്ടയായിട്ട് നല്ലൊരു സ്ട്രക്ചേർഡ് അപ്പീലിംഗ്, നമുക്ക് നല്ല ആകർഷണീയമായ രീതിയിൽ ആൻഡ് യൂസ്ഫുൾ മാനർ, ഉപയോഗപ്രദമായ രീതിയിൽ. ഏത്? റിഗാർഡ്ലെസ് ഓഫ് ദ സൈസ്, അതിന്റെ ആ സൈസ് പരിഗണിക്കാതെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു നല്ല രീതിയിൽ, നല്ല പ്ലാൻഡ് ആയിട്ട്, സ്ട്രക്ചേർഡ് ആയിട്ട്, നല്ല ആകർഷകമായ രീതിയിൽ, നല്ല ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് ഈ ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. ആ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾ ഒന്നും അറിയില്ലാതെ ചെയ്യുന്നതും അവർക്ക് കമ്പനിയെ കുറിച്ചും ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ട് അത് ചെയ്യണതിൽ ഒത്തിരി വ്യത്യാസമല്ലേ അല്ലെ. അപ്പൊ അത് എങ്ങനെ വേണം എന്നാ പറഞ്ഞേക്കണേ, അത് ആ കമ്പനിയുടെ ഒക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം നല്ല രീതിയിൽ, നല്ല ആസൂത്രിതമായിട്ട്, സ്ട്രക്ചേർഡ് അപ്പീലിംഗ് യൂസ്ഫുൾ മാനറിലൊക്കെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. presented in structured, appealing and useful manner, well planned, regardless of size. Appropriate induction training is mainly a legal necessity. ഇത് നമ്മൾ വെറുതെ അല്ല ഈ ഒരു അനുയോജ്യമായിട്ടുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് ഒരു നിയമപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് legal necessity. It is the formal duty of the employer.
എംപ്ലോയറിന്റെ ഒരു ഫോർമൽ ഡ്യൂട്ടിയാണ്, ഔപചാരികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. എന്ത്? ടു ഗീവ് ദ ഫ്രഷ് എംപ്ലോയി ഓൾ സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ ആൻഡ് ട്രെയിനിങ് അസോസിയേറ്റഡ് വിത്ത് ദ ജോബ് ആൻഡ് മേ ബി റിലേറ്റഡ് ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അവർക്കുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ആരോഗ്യവും സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. ഫ്രഷ് എംപ്ലോയിക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് ആർക്കടെയാ? എംപ്ലോയറിന്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഡ്യൂട്ടിയാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഇറ്റ് ഈസ് ദ ഫോർമൽ duty of the employer. എംപ്ലോയറിന്റെ ഫോർമൽ ഡ്യൂട്ടി ആണ് എന്ത്? ടു ഗീവ് ദ ഫ്രഷ് എംപ്ലോയീസ് ഓൾ സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ ആൻഡ് ട്രെയിനിങ്. അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും ട്രെയിനിങ്ങും ഒക്കെ ഫ്രഷ് എംപ്ലോയിക്ക് കൊടുക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, അവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഇൻഫർമേഷനും ട്രെയിനിങ്ങും കൊടുക്കണം എന്നുള്ളത് എംപ്ലോയറിന്റെ ഒരു ഫോർമൽ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ നോക്കിയാ പാരഗ്രാഫ്? ഓക്കെ ഓക്കെ ആണോ? കാവ്യ, ഐഷ, ഗൗരി, സൗമ്യ, അഖില, ഗംഗ. ഓക്കെ, ഇനി നോക്കി ഇവിടെ രണ്ട് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട നിങ്ങൾ. അക്കോർഡിംഗ് ടു ഡാഷ് ആര് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ആണ് എന്നുള്ളത് നോക്കാട്ടോ. അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ ആണെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണ്ട. നമുക്ക് അക്കോർഡിംഗ് ടു റോബർട്ട് എൽ മാത്യൂസ്, ഓറിയന്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡാഷ് അങ്ങനെ ചോദിച്ചാലും നമ്മൾ ഏതാ ഭാഗത്തിന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അക്കോർഡിംഗ് ടു റോബർട്ട് എൽ മാത്യൂസ്, ഓറിയന്റേഷൻ അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്? ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് പ്ലാൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് എംപ്ലോയി to their job, their co-workers and the organization. എന്താ പറഞ്ഞേക്കുന്നേ? ഈ സ്ഥാപനത്തെ കുറിച്ച്, അവരുടെ കോവർക്കേഴ്സ്, അവരുടെ സഹപ്രവർത്തകര് അല്ലെ, കൂടെ അവര് വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിനെ, അതുപോലെ അവരുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ആസൂത്രിതമായി അവരെ പുതിയ എംപ്ലോയീസിനെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോസസ് ആണ് ഓറിയന്റേഷൻ. ക്ലിയർ ആണോ എന്നൊക്കെ? ഈസ് എ പ്രോസസ് ഓഫ് പ്ലാൻഡ് ഇൻട്രൊഡക്ഷൻ. ആസൂത്രിതമായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ്. നമ്മളല്ലാതെ അപ്പൊ തോന്നുന്ന പോലെയല്ല, ഇത് ഓൾറെഡി പ്ലാൻഡ് ആണ്. പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് അത്? എംപ്ലോയിനെ, അവരുടെ പുതിയതായിട്ട് വരുന്ന എംപ്ലോയിനെ കേട്ടോ, പുതുതായിട്ട് ആ സ്ഥാപനത്തിലേക്ക് വരുന്ന എംപ്ലോയിനെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ കോവർക്കേഴ്സിനെ, ഓർഗനൈസേഷനെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്, പ്ലാൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് ഓറിയന്റേഷൻ. അടുത്ത നോക്കിയേ, അക്കോർഡിംഗ് ടു ഗാരി Dessler, orientation is a procedure for providing new employee with basic background information about the firm. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഓറിയന്റേഷൻ ഇസ് ദ പ്രൊസീജിയർ. ഇതൊരു പ്രൊസീജിയർ ആണ്. എന്തിനു വേണ്ടി? ഫോർ പ്രൊവൈഡിങ് ന്യൂ എംപ്ലോയി വിത്ത് ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫേം. ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് അതിന്റെ അടിസ്ഥാന വിവരങ്ങള് പുതിയ എംപ്ലോയീസ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. ക്ലിയർ ആണോ നോക്കിയേ? ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, അടിസ്ഥാന വിവരങ്ങള് പുതിയ എംപ്ലോയിക്ക് നൽകുന്നു, അല്ലെ, പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഓറിയന്റേഷൻ. രണ്ട് ഡെഫിനിഷൻ നോക്കി വെച്ചോ. ഓക്കെ, ഇനി അടുത്തതാണ് പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ. എന്തൊക്കെയാണ് ഒരു ഓറിയന്റേഷന്റെ പർപ്പസ്, ഉദ്ദേശം? എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാംസ്, ട്രെയിനിങ് കാര്യങ്ങൾ പുതിയ എംപ്ലോയിക്ക് കൊടുക്കുന്നത്? എന്തൊക്കെയാന്ന് നോക്കിയേ. ദ ഇൻഡക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ ദ ഫോളോയിങ് പർപ്പസസ്. ഈ പറയുന്ന ഉദ്ദേശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഓറിയന്റേഷൻ നടത്താം. ഒന്നാമത്തെ നോക്കിയേ, ഫോർമലി വെൽക്കമിങ് എംപ്ലോയി. ഇതിനു വേണ്ടി ഒരു ഉദ്ദേശം എന്താ? നമുക്ക് വെൽക്കം ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ നമുക്ക് ഒരു ഔപചാരികമായിട്ട്, ഫോർമലി വെൽക്കമിങ് എംപ്ലോയീസിനെ നമുക്ക് ഒരു ഔപചാരികമായിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം.
Induction program are considered by the management of various organizations as an event. ഇതൊരു സംഭവമാണ് to greet fresh employee formally through a procedure. എന്താ പറഞ്ഞേക്കുന്നേ, നമ്മള് ആ ഒരു എന്താ പറയാ ഏതൊരു പല ഓർഗനൈസേഷന്റെയും ഏത് മാനേജ്മെന്റിനെയും ഒരു പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയി അവരെ സ്വാഗതം ചെയ്യുക, ആ ഒരു ഇതാണ് നമുക്ക് ഒരു ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരു പരിപാടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇത് നമുക്ക് ഈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പർപ്പസ് ആണ്, അവരെ നല്ല ഫോർമലായിട്ട് അവരെ സ്വാഗതം ചെയ്യാനായിട്ട്. Considered by the management of various organizations. പല ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? And is an event to greet fresh employees formally through the procedure. ആ ഒരു ശരിയായ നടപടിക്രമങ്ങളിലൂടെ ഔപചാരികമായി തന്നെ ഫ്രഷ് എംപ്ലോയീസിനെ സ്വാഗതം ചെയ്യാനുള്ള ഒരു സംഭവമായിട്ടാണ് മിക്ക ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കൺസിഡർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെയാണ്, ഒന്നാമത്തെ എന്താ പർപ്പസ് എന്താ? ഫോർമലി വെൽക്കമിങ് എംപ്ലോയി, എംപ്ലോയീസിനെ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യാൻ എന്നൊരു ഉദ്ദേശം. അടുത്ത നോക്കിയേ, ഓവർകമ്മിങ് ഇനിഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മടി. ഓവർകം ചെയ്യാന്ന് വെച്ചാൽ എന്താ? തരണം ചെയ്യാൻ. ഇനിഷ്യൽ അൺഈസിനെസ്, അതായത് നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാം. നമുക്കെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകളെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഒന്നും നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഈ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ട്രെയിനിങ് കൊടുക്കുമ്പോഴേക്കും അവർക്ക് എന്താണ് അത് ഈസിയായി മാറും. അപ്പൊ നമുക്ക് ആ ബുദ്ധിമുട്ടുകള്, അല്ലെ, അസ്വസ്ഥതകള്, അൺഈസിനെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അസ്വസ്ഥതകള്, അതിനെ മറികടക്കാൻ, ഹെസിറ്റേഷൻ, മടി, ആ മടിയെ മറികടക്കാനൊക്കെ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ട്രെയിനിങ് ഉപയോഗിക്കാം. ഇനിഷ്യൽ ടെൻഷൻ ഇൻ ന്യൂ എംപ്ലോയി കൺസേണിംഗ് ടു ദ ഓർഗനൈസേഷൻ ഈസ് കോമൺ, അല്ലെ? കോമൺ ആയിട്ടുള്ള കാര്യം. നമ്മളാണെങ്കിലും ശരി, ആദ്യമായിട്ട് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ നമുക്ക് പ്രാരംഭത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, അല്ലെ? നമ്മൾ ഒരു ദിവസം പോയി, 2 ദിവസം പോയി, ഒരാഴ്ച കഴിഞ്ഞു, അപ്പത്തേക്ക് നമ്മൾ ഓക്കെ ആവും. ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് അവിടുത്തെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഫെമിലിയർ ആവും. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെ? ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? എവിടെ ചെന്നാലും പുതിയതായിട്ട് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് അവിടെ ഒരു പരിചയപ്പെടുന്ന വരെയൊക്കെ നമുക്കൊരു ഇനിഷ്യൽ ടെൻഷൻ ഉണ്ടാവും. അത് ഏതൊരു ഓർഗനൈസേഷനിലും അത് സംബന്ധിച്ചിടത്തോളം അത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. This nervousness is not handled properly. അപ്പൊ അങ്ങനെ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെ അസ്വസ്ഥത അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിലോ it might result in creation of negative perception about the organization. ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ധാരണ ഉണ്ടാക്കാൻ എന്താ പറയാ ഉണ്ടാകാൻ കാരണമാകും. നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു ട്രെയിനിങ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അല്ലെ? നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നമുക്കിതൊന്നും ആരും പറഞ്ഞു തരാനുമില്ല, നമുക്ക് അറിയാൻ പാടില്ല എന്നൊക്കെ വരുമ്പോ നമുക്ക് എന്തായാലും നമുക്കൊരു ടെൻഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു അസ്വസ്ഥത നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകാം? ഒരു നെഗറ്റീവ് ആയിട്ട് ഇത്രയും ദിവസം അല്ലെങ്കിൽ നമുക്ക് ഇത് ആരും ഒന്നും പറഞ്ഞു തരാനില്ലോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, ഒരു നല്ലൊരു ഇതല്ലല്ലോ എന്നുള്ള ഒരു നെഗറ്റീവ് ധാരണ നമുക്ക് ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചുണ്ടാകും. അങ്ങനെ and ultimately leads to the dissatisfaction and hostility. അത് എന്തിലേക്ക് കാരണമാകും? അസംതൃപ്തി. നമുക്കൊരു ഡിസാറ്റിസ്ഫൈഡ് ആകൂലേ? ഇപ്പൊ ആരും പറഞ്ഞു തരാനില്ല, ഇത് എങ്ങനെയാ ചെയ്തതെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അസംതൃപ്തി ഉണ്ടാകും. ആൻഡ് ഹോസ്റ്റിലിറ്റി. ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ശത്രുതയിലേക്കും കാരണമാക്കാം. എങ്ങനെ ശത്രുത വരിക? അപ്പൊ നമുക്കൊന്നും അറിയാൻ പാടില്ല, നമുക്കത് അവിടെ പറഞ്ഞു തരാനും ആരുമില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇടയിൽ നമ്മളോടൊരു ശത്രുത കാര്യങ്ങളൊക്കെ വരാം, അല്ലെ? അവര് തമ്മിലാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാം.
അപ്പൊ അങ്ങനെ ഈ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ നമുക്ക് ആ നമ്മുടെ ഒരു നെർവസ്നെസ് അതിന് ആ കമ്പനി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ധാരണ ഉണ്ടാകുകയും അത് അവസാനം ഒരു അസംതൃപ്തിയിലേക്കും അതുപോലെ നമുക്കൊരു എന്താ ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ശത്രുതയിലേക്കും ഒക്കെ നയിക്കുന്നതിന് കാരണമാകാം. The initial nervousness and hesitation can be easily tackled through orientation. Underline ചെയ്തോളൂട്ടോ ആ സെന്റൻസ്. The initial nervousness നമുക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും hesitation എന്ന് പറഞ്ഞാൽ മടി, ഒരു മടിയൊക്കെ നമുക്ക് ഈസിലി ടാക്കിൾ ചെയ്യാന്ന് വെച്ചാൽ എന്താ, പരിഹരിക്കുക. ഏതിൽ കൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? ത്രൂ ഓറിയന്റേഷൻ. ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷനിലൂടെ നമുക്ക് ഈ അസ്വസ്ഥതകളും നമുക്ക് മടിയും ഒക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. 2 പോയിന്റ് ക്ലിയർ ആയോ നോക്കിയേ? ഒക്കെയാണോ? ഫസ്റ്റ് പോയിന്റ് ഒന്നാമത്തെ അവര് പുതിയതായിട്ടുള്ള എംപ്ലോയീസിനെ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യാൻ. രണ്ടാമത് നമുക്ക് ഈ ഒരു അസ്വസ്ഥതകളും മടിയും അതൊക്കെ ആരംഭത്തിലുള്ള ആ അസ്വസ്ഥതകളും മടിയും അതിനെയൊക്കെ മറികടക്കാൻ, ഓവർകം ചെയ്യാൻ. ക്ലിയർ ആണോ മക്കളെ? 2 പോയിന്റ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ ആണോ? യെസ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തൊണ്ടയ്ക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ആയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സൗണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കി. അപ്പൊ മൂന്നാമത്തെ എന്താണ്? എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻസ്. വിവരങ്ങൾ കൈമാറാൻ, എക്സ്ചേഞ്ച് ചെയ്യാൻ. അടുത്ത ഒരു ഓറിയന്റേഷൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഓറിയന്റേഷൻ ചെയ്യുന്ന നടത്തുകൊണ്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്താ? എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻസ്, വിവരങ്ങൾ കൈമാറാൻ. The organization enables the new employee to know about the job, the department, organization and people. ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനം പ്രാപ്തമാക്കുന്നു. ആരെ? പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനെ പ്രാപ്തമാക്കുന്നു. എന്തിന്? ടു നോ അബൌട്ട് ജോബിനെ കുറിച്ച് അറിയാൻ, ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഓർഗനൈസേഷൻ പ്രാപ്യമാക്കുന്നു. അതിനുള്ള ഒരു അവസരമാണ് ആ ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്, അത് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒരു പുതിയ എംപ്ലോയിക്ക് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. For example, the organization can provide training and development program for enhancing career opportunity. അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റി മെച്ചപ്പെടുത്തുക. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ട്രെയിനിങ് ഒക്കെ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. And give the information about the growth perspective available to the employees. ജീവനക്കാർക്ക് അവർക്ക് ലഭ്യമായിട്ടുള്ള വളർച്ചാ സാധ്യതകളെ കുറിച്ചുള്ള പിന്നീടുള്ള ഗ്രോത്ത് അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകാനും ഈ കമ്പനിക്ക് കഴിയും. കമ്പനിക്ക് അപ്പൊ പുതിയ എംപ്ലോയീസിന് ജോബ്, ഡിപ്പാർട്ട്മെന്റ്, ഓർഗനൈസേഷൻ ആളുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് അവരെ എന്ത് ചെയ്യുന്നു? അതിനുള്ള അവസരം ഈ ഓർഗനൈസേഷൻ കൊടുക്കും. ഇനി തിരിച്ചു നോക്കി, ഇൻ റിട്ടേൺ ഇനി ആ സ്ഥാപനത്തിന് എന്ത് കിട്ടും? ഇൻഡക്ഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ the organization can also get the information about the employee. അല്ലെ? എംപ്ലോയിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും, അവിടെ വിവരങ്ങൾ കിട്ടും. their background, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, their individual career plans, അവരുടെ ഇൻഡിവിജ്വൽ കരിയർ പ്ലാൻസ് അതിനെ കുറിച്ചും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒക്കെ ഇൻഫർമേഷൻ, ആ എംപ്ലോയിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടാനും ഈ ഓർഗനൈസേഷന് കിട്ടും. ഓർഗനൈസേഷൻ എന്ത് കൊടുക്കും എംപ്ലോയിക്ക്? എംപ്ലോയിക്ക് എന്ത് കൊടുക്കും? കമ്പനിയെ കുറിച്ച്, ആ ആളുകളെ കുറിച്ച്, ജോബിനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ കൊടുക്കും. നേരെ തിരിച്ച് കമ്പനിക്ക് എന്ത് കിട്ടും? ആ എംപ്ലോയിന്റെ വിവരങ്ങൾ, എംപ്ലോയിനെ കുറിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇൻഡിവിജ്വൽ കരിയർ പ്ലാൻസ് ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കമ്പനിക്കും കിട്ടും. കണ്ടോ? അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാനും ഈ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ പറ്റും. ക്ലിയർ ആണോ നോക്കിയേ? എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. നിങ്ങൾ ആ മെയിൻ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ ഇത് നമ്മൾ മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാ പോയിന്റ്സും നമുക്ക് 8 പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. 8 നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ ആണോ നോക്കിയേ. ഒന്നാമത്തെ വെൽക്കം ചെയ്യാൻ, രണ്ടാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്, നമുക്കുണ്ടാകുന്ന പേടികള്, അസ്വസ്ഥതകള്, മടി, ഇതിനെയൊക്കെ മാറ്റാനായിട്ട് മൂന്നാമത്തെ ഇൻഫർമേഷൻസ് പരസ്പരം കൈമാറാൻ, എക്സ്ചേഞ്ച് ചെയ്യാൻ. ക്ലിയർ അല്ലേ മൂന്നെണ്ണോ? ഇനി അടുത്ത് നോക്കി നാലാമത്തെ എന്താണ്, അസസിങ് എംപ്ലോയി, എംപ്ലോയിനെ അസസ് ചെയ്യാൻ. Even though the selection process has assessed the training needs of the employees beforehand, അവരുടെ മുന്നിൽ അത് മുൻകൂട്ടി നമുക്ക് ഈ സെലക്ഷൻ പ്രോസസ്സിലും നമുക്ക് ഈ എംപ്ലോയിയുടെ എന്താ ട്രെയിനിങ് ആവശ്യകതകള് കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ പറ്റും. ഈ സെലക്ഷൻ പ്രോസസ്സിലും ട്രെയിനിങ് ആവശ്യകതകള് മുൻകൂട്ടി അറിയാൻ പറ്റും. ഈ സെലക്ഷനിൽ തന്നെ, സെലക്ഷൻ നടത്തുമ്പോൾ തന്നെ സെലക്ഷൻ പ്രോസസ്സില് ട്രെയിനിങ്ങിന്റെ ആവശ്യകതകൾ മുൻകൂട്ടി അറിയാൻ പറ്റും. എന്നാലും ഇൻഡക്ഷൻ ഗീവ്സ് ദ ഓർഗനൈസേഷൻ അതർ ചാൻസ് ടു റിപ്പീറ്റ്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചാൻസ് ആണ് ഏത്, ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ. ആ ട്രെയിനിങ് പ്രോഗ്രാം സെലക്ഷൻ പ്രോസസ്സില് നമുക്ക് ആ എംപ്ലോയിക്ക് കൊടുക്കേണ്ട ട്രെയിനിങ്ങിന്റെ ആവശ്യകതകളെ മുൻകൂട്ടി അറിയാൻ പറ്റും. അവർക്കുള്ള ട്രെയിനിങ്ങിന്റെ ആവശ്യകതകൾ അറിയാൻ പറ്റും. എന്നാൽ ഓറിയന്റേഷൻ എന്താ, അത് ആ ഒരു ചാൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അസസിങ് എംപ്ലോയീസ്. അടുത്ത നാലാമത്തെ പോയിന്റ് ആണ്, എംപ്ലോയീസിനെ അസസ് ചെയ്യാനായിട്ട്, വിലയിരുത്താനായിട്ട് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷനിലൂടെ സാധിക്കും. ഇനി അടുത്തത് അഞ്ചാമത്തെയാണ് അക്ലിമാറ്റൈസിങ് എംപ്ലോയീസ്. അക്ലിമാറ്റൈസിംഗ് എന്ന് വെച്ചാൽ പൊരുത്തപ്പെടുക. ഇൻഡക്ഷൻ പ്രോഗ്രാം makes it possible for the organization to educate the employees about the fundamentals of the job, safety precautions to be used, and to make them accustomed to other services of the organization. ഇനി പൊരുത്തപ്പെടാനായിട്ട് നമുക്ക് ആ എംപ്ലോയിക്ക് ആ സ്ഥാപനവുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു സാധ്യതയും കൂടി ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ സാധ്യമാക്കുന്നു. Induction program make it possible for the organization to educate the employees. അല്ലെ, എംപ്ലോയിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാണ് കമ്പനിയെ കുറിച്ച്, അവിടെ നിലവിലുള്ള എംപ്ലോയീസിനെ കുറിച്ച് ഒക്കെ, ഓർഗനൈസേഷന്റെ പല ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചൊക്കെ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. അബൌട്ട് ദ ഫണ്ടമെന്റൽസ് ഓഫ് ദ ജോബ്, ആ ജോലിയുടെ അടിസ്ഥാന ആവശ്യകതകള്, ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അവർക്ക് ആ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. പിന്നെ അതുപോലെ സേഫ്റ്റി പ്രിക്കോഷൻ ടു ബി യൂസ്ഡ്. അപ്പൊ നമ്മൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ പാലിക്കേണ്ടത്, സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ആൻഡ് accustomed to other services of the organization. ഓർഗനൈസേഷനിലുള്ള മറ്റ് സർവീസുകളെ പരിചയപ്പെടുത്താൻ, അക്യുസ്റ്റംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടുത്തുക, പരിചയപ്പെടുത്താനും ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ കഴിയും. ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ? ഓക്കെ, അപ്പൊ നാലാമത്തെ പോയിന്റിൽ എന്താ, എംപ്ലോയീസിനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് എന്താണ്, നമുക്ക് എംപ്ലോയീസിനെ നമ്മുടെ ആ സ്ഥാപനവുമായിട്ട് പൊരുത്തപ്പെടാനും ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷനിലൂടെ സാധ്യമാക്കും. ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം നമുക്ക് ഓർഗനൈസേഷനില് ഇൻഡക്ഷൻ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് നമുക്ക് ആ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനെ ആ ജോലിയുടെ അടിസ്ഥാന ആവശ്യകതകളെ കുറിച്ച്, സേഫ്റ്റി പ്രിക്കോഷൻസ്, അവിടെ ഉപയോഗിക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ്, ഇതേക്കുറിച്ചൊക്കെ എന്താണ് ഒരു അവരെ പരിചയപ്പെടുത്താൻ പറ്റും. അതുമായിട്ട് പരിചയപ്പെടുത്താൻ പറ്റും. അപ്പോ നമുക്ക് അങ്ങനെ നമുക്ക് ഓർഗനൈസേഷനിലുള്ള മറ്റ് സർവീസുകൾ അതിനെ കുറിച്ചൊക്കെ അവർക്ക് കൂടുതലായിട്ട് ആ ഒരു അറിയാനും പറ്റും. അല്ലെ, അപ്പൊ നമുക്ക് അവരെ ഫെമിലിയർ ആയി, അത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് കൂടുതൽ ആ ജോലിയെ കുറിച്ച്, ജോലിയുടെ ഫണ്ടമെന്റൽ, അവിടെ ഉപയോഗിക്കുന്ന സേഫ്റ്റി, ഇതൊക്കെ കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കും. ഇനി അടുത്തതാണ് കൺട്രോളിംഗ് ദ HR കോസ്റ്റ്. ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും പറ്റുന്നു. Controlling the HR cost. If the induction program are not there, ഇനി ഒരു കമ്പനിയിൽ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഇല്ലെങ്കിലോ,
then the employee have to learn everything by themselves. Like നമ്മളിപ്പോ ചെന്നു നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് നമുക്കില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ പഠിക്കണം അല്ലെ, തന്നെ പഠിക്കേണ്ട വരും. എവരിതിങ് ബൈ ദംസെൽസ്, ലേൺ എവരിതിങ് ബൈ ദംസെൽസ്, അവര് എല്ലാ കാര്യങ്ങളും തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. ആൻഡ് ദിസ് മൈറ്റ് ഇൻക്രീസ് ഓർഗനൈസേഷണൽ എക്സ്പെൻസ് ഓഫ് ലേണിംഗ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ, ഓർഗനൈസേഷന്റെ എക്സ്പെൻസ് കൂടും. ട്രെയിനിങ് കൊടുത്തിട്ടൊക്കെ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും. ട്രെയിനിങ് ഒന്നും ഇങ്ങനെയുള്ളത് കിട്ടാതെ അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ വരാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എക്സ്പെൻസ് കൂടും. as it will cause the wastage. അത് ഇതിന് കാരണമാകും വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആൻഡ് വർക്ക് ഡിസ്റ്റർബൻസ്. റിസോഴ്സുകൾ വേസ്റ്റേജ് പാഴായി പോകാനും വർക്കിന് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകാനും കാരണമാകും അല്ലെ. നമുക്കിപ്പോ നമ്മൾ ചെന്നിട്ട് നമുക്കൊരു ട്രെയിനിങ്, ഒരാഴ്ച നമുക്ക് ഒരു ട്രെയിനിങ് പോലെ തന്നിട്ട് ആ ജോലിയിലേക്ക് കയറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉള്ളവർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നൊരു ട്രെയിനിങ് ഒന്നുമില്ല, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്, നമ്മൾ തന്നെ അത് ചെയ്ത് പഠിക്കണമെന്ന് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ നമുക്കിപ്പോ അവരൊരു 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 10 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ കമ്പനിക്ക് നഷ്ടമല്ല വരുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ അത് ചിലപ്പോൾ അത് തെറ്റിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ അത് റിസോഴ്സുകൾ വേസ്റ്റേജ് ആകാം, വർക്ക് ഡിസ്റ്റർബൻസ് ആകുകയും ചെയ്യാം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഒരു ഓർഗനൈസേഷനിൽ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എംപ്ലോയി തന്നെ പഠിക്കേണ്ടി വരും. അപ്പോ ഓർഗനൈസേഷന്റെ എക്സ്പെൻസുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ സാധനങ്ങളൊക്കെ വേസ്റ്റേജ് ആകാനും വർക്കില് ഡിസ്റ്റർബൻസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇൻ ദ സെയിം വേ, when the employees are not able to meet their expectations with the reality, they might finally quit the organization. കണ്ടോ, ഇനി അടുത്തുണ്ട് നമ്മൾ അതേ സമയം തന്നെ ഈ എംപ്ലോയി അവരുടെ ആ കമ്പനിയുടെ പ്രതീക്ഷകൾ കാര്യങ്ങൾ അതിന് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അവസാനം they might finally quit the organization. അല്ലെ, നമ്മളൊന്ന് ചെയ്ത് നോക്കാന്നൊക്കെ വിചാരിച്ച് നമ്മൾ തന്നെയൊക്കെ ചെയ്ത് പഠിച്ച്, പക്ഷെ കുറെ പ്രാവശ്യം നമുക്ക് ചെയ്തിട്ട് അതൊന്നും ശരിയാവില്ല. ഒത്തിരി ഇതൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്, അത് അവിടുത്തെ ആ റിയാലിറ്റിയുമായിട്ട് നമുക്കത് അവിടെ പാലിക്കാൻ പറ്റില്ല അല്ലെ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഓർഗനൈസേഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അവിടെ നിന്ന് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. As a result, the HR expenditure associated with the recruitment and selection also increases. അതിന്റെ ഫലമായിട്ട് HR expenditure, human resource expenditure എന്ന് പറഞ്ഞാൽ എന്താ, ചെലവ്. വിത്ത് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹ്യൂമൻ റിസോഴ്സ് എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവ് ഓൾസോ ഇൻക്രീസസ്. ഇതൊക്കെ വർദ്ധിക്കുന്നതിന് കാരണമാക്കാം. ക്ലിയർ ആണോ നോക്കി? കൺട്രോളിംഗ് ദ HR കോസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിലാണ് ഞാൻ അടുത്ത് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഓരോന്നും കഴിയുമ്പോഴും ചോദിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണ്ടേ? ഇനി അടുത്തത് നോക്കി, അപ്പൊ നമുക്ക് HR കോസ്റ്റ്. അപ്പൊ നല്ലൊരു ട്രെയിനിങ് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ നമുക്ക് ആ കമ്പനിയെ സംബന്ധിച്ച് കോസ്റ്റ് കൂടാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നാലാമത്തേതാണ് ആ എംപ്ലോയിനെ വിലയിരുത്താനായിട്ട് പറ്റുമെന്ന്. അതായത് നമ്മള് സെലക്ഷൻ പ്രോസസ്സില് നമുക്ക് ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യകതകളെ മുൻകൂട്ടി വിലയിരുത്തുന്നുണ്ടെങ്കിലും, ഇപ്പൊ നമ്മൾ സെലക്ഷനിൽ നമുക്ക് അവിടെ പറയുന്നുണ്ട്, സെലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അവർക്കൊരു ട്രെയിനിങ് ആവശ്യകത ഉണ്ടെന്ന് മുൻകൂട്ടി ആ സെലക്ഷൻ പ്രോസസ്സിൽ ട്രെയിനിങ്ങിന്റെ ആവശ്യകത പറയുന്നുണ്ടെങ്കിലും എന്താണ്, ഇൻഡക്ഷൻ എന്ത് ചെയ്യുന്നു, അത് ആ ഒരു ചാൻസ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ ട്രെയിനിങ് തന്നെ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. മനസ്സിലായോ? അസസിങ്, എംപ്ലോയിനെ വീണ്ടും അസസ് ചെയ്യാണ് അവിടെ. ഈ നമ്മുടെ ഈ സെലക്ഷൻ പ്രോസസ്സില് നമുക്ക് ഈ എന്താണ്, മുൻകൂട്ടി തന്നെ നമുക്ക് ഈ എംപ്ലോയിയുടെ ട്രെയിനിങ്ങിനെ അവരെ വിലയിരുത്തേണ്ട ട്രെയിനിങ്ങിന്റെ ആവശ്യകത അവിടെ പറയുന്നുണ്ട്. എങ്കിലും
മുൻകൂട്ടി അവിടെ പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു, വീണ്ടും ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇൻഡക്ഷൻ ഗീവ്സ് ദ ഓർഗനൈസേഷൻ അനദർ ചാൻസ്. ആ ഒരു സംഭവം തന്നെ, ആ ട്രെയിനിങ്, ആ ഒരു ചാൻസ് റിപ്പീറ്റ് ചെയ്യുകയാണെന്നത് അല്ലെ. വീണ്ടും അവർക്ക് ആ പുതിയ ഇതിലേക്ക് പരിചയപ്പെടുത്തുകയൊക്കെ അല്ലെ. സെലക്ഷനിൽ ഓൾറെഡി നമ്മൾ ഒരു വട്ടം അവിടെ കഴിഞ്ഞു പോയി അല്ലെ. സെലക്ഷനിൽ അവിടെ ട്രെയിനിങ്ങിന്റെ ആവശ്യകതകളും വിലയിരുത്തുന്നുണ്ടെങ്കിലും ഇൻഡക്ഷൻ പ്രോസസ്സ് വീണ്ടും അത് ഓർഗനൈസേഷൻ അത് റിപ്പീറ്റ് ചെയ്യാണ്, ആ ഒരു പ്രവൃത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതായത് എംപ്ലോയീസിനെ അസസ് ചെയ്യാണ്, വീണ്ടും അവരെ അസസ് ചെയ്യുന്നതിനുള്ള ഒരു ഇതാണ് ഓറിയന്റേഷൻ. ഇനി അടുത്തത് നോക്കിയാൽ ഡെവലപ്പിംഗ് ദ ടീം സ്പിരിറ്റ്. ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യമാക്കുന്നു. Okay, the team spirit among the colleges is facilitated when orientation program is conducted for a group of the new employees. അത് നമുക്ക് ടൈപ്പ് ഓഫ് ഓറിയന്റേഷനിൽ പറയണ്ട കേട്ടോ. അതായത് നമ്മൾ ഓറിയന്റേഷൻ ചിലപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് കൊടുക്കാം. അപ്പോ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പുതിയ ക്ലാസ്സിലേക്ക് ഇപ്പൊ കയറിയപ്പോ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇവിടെ നിഷാമാം തന്നായിരുന്നു അല്ലെ. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നോ? HRM ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, അതൊരു ട്രെയിനിങ്, ഒരു ഓറിയന്റേഷൻ പോലെയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ കോഴ്സ്, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതേ കുറിച്ചൊക്കെ ഒരു അവിടെ ഒരു ഓറിയന്റേഷൻ അവിടെ കിട്ടിയില്ലേ? കിട്ടിയോ? കിട്ടി. അത് നിങ്ങളുടെ ഗ്രൂപ്പിനാ തന്നത്, എല്ലാവരും കൂടി. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പിനാ, അല്ലാതെ പേഴ്സണലായിട്ട് ഐഷിക്ക് ഒരു ദിവസം, കാവ്യക്ക് ഒരു ദിവസം, അഖിലയ്ക്ക് ഒരു ദിവസം, സ്നേഹയ്ക്ക് ഒരു ദിവസം, അങ്ങനെ എല്ലാവരും തന്നത് ഒരു ഗ്രൂപ്പിനാണ് തന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ നിങ്ങളുടെ ഇടയില് ഒരു എന്താണ്, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവില്ലേ ഇല്ലേ? ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് HRM പുതിയ ബാച്ചിലേക്ക് ഇന്ത്യന്റെ കുട്ടികൾ, അപ്പോഴായിരിക്കും നിങ്ങളുടെ കൂടെ കോളേജസിനെയൊക്കെ നിങ്ങൾ കൂടുതൽ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കൊരു ടീം, ഞങ്ങൾ HRM ഇത്രാമത്തെ ബാച്ച് എന്നുള്ള 9th ബാച്ച്, നിങ്ങൾ HRM 9th ബാച്ചിലെ കുട്ടികളാണ്. 9th ബാച്ച് എന്നൊരു ടീം സ്പിരിറ്റ് വന്നില്ലേ? അവിടെ കോൺവെക്കേഷൻ വരുമ്പോ പറയൂലേ, ഇപ്പൊ വേറെ ഏതെങ്കിലും ബാച്ചിന്റെ കൂടിയാണെങ്കിലും നിങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയും ഞങ്ങൾ HRM 9th ബാച്ചാന്ന് പറയും ഇല്ലേ? പറയൂലേ? ആ ഒരു ടീം സ്പിരിറ്റ് ഇല്ലേ നിങ്ങൾക്കിടയില്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പുകാർക്ക് വേണ്ടിയിട്ട് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ്, അവർക്കിടയിൽ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകും. In addition, അതിന്റെ ഒപ്പം തന്നെ എന്താ, the capability of each member to work together in a group can also be evaluated through replication of teamwork in induction program. കണ്ടോ, ഓരോ നമുക്ക് ആ ഒരു ടീം സ്പിരിറ്റ് അവിടെ ഉണ്ടാകുകയും അതുപോലെ തന്നെ ഓരോ മെമ്പറിനും ഒരുമിച്ച് ഈച്ച് മെമ്പർ ടു വർക്ക് ഇൻ എ ഗ്രൂപ്പ്, ഓരോ വ്യക്തികളും ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രവർത്തിക്കാനുള്ള കഴിവ് വിലയിരുത്താനും നമുക്ക് പറ്റും. ആ ടീം വർക്ക് അത് വികസിപ്പിക്കാൻ ഈ ഇതില് ഗ്രൂപ്പ് ഓഫ് ന്യൂ എംപ്ലോയിക്ക് നമുക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓരോ വ്യക്തികളും അല്ല, ഒരു ഗ്രൂപ്പായിട്ട് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ആ കോളേജസ് നമുക്ക് നമ്മുടെ കൂടെ സഹപ്രവർത്തകര് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവര് അവർക്കിടെ ആയിട്ട് നമ്മളൊരു ടീം സ്പിരിറ്റ് വികസിക്കാനായിട്ട് കാരണമാക്കും. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് സോഷ്യലൈസിങ് എംപ്ലോയീസിനെ സാമൂഹ്യവൽക്കരിക്കുക. Socialization means incorporating appropriate values, beliefs, and standards in the employee in order to enable them work together with the formal as well as informal group. ഫോർമലോ അല്ലെങ്കിൽ ഔപചാരികമായിട്ടോ അനൗപചാരികമായ ഗ്രൂപ്പുകളായിട്ടോ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ പ്രാപ്തമാക്കുന്ന അനുയോജ്യമായിട്ടുള്ള വാല്യൂസ്, ബിലീഫ്, സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാത്തിന്റെ ഒരു ഇൻകോർപ്പറേറ്റിംഗ്, അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എന്നീ കാര്യങ്ങള് ഉൾപ്പെടുത്തുക അവരുടെ ഒരു ടീം വർക്ക് പോലെ തന്നെ.
ആ ഒരു ഫോമൽ ഇൻഫോമൽ ഗ്രൂപ്പുകളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ പ്രാപ്തമാക്കുന്നു. ഓക്കെ, അവരുടെ വാല്യൂസ്, അനുയോജ്യമായിട്ടുള്ള വാല്യൂസ്, ബിലീഫ്, വിശ്വാസങ്ങള്, സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. Then, this obligatory belief, value and attitude among the employees are created with the help of induction program. അപ്പൊ അവരുടെ obligatory belief, value, attitude ഇതൊക്കെ എംപ്ലോയീസിന്റെ ഇടയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ പറ്റും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങള്, വാല്യൂ, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ സൃഷ്ടിക്കാനും ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ പറ്റും. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോളെ. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ്സ് ആണ്. മെയിൻ പോയിന്റ്സ് നോക്കി വെക്കുക. എനിക്ക് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. ഒന്നാമത്തെ എന്താണ്, എംപ്ലോയിനെ ഫോർമലായിട്ട് വെൽക്കം ചെയ്യാൻ. ഓക്കെ, രണ്ടാമത്തെയാണ് ആ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകള്, മടി, ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ. പിന്നെ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ, എംപ്ലോയിക്കും ഓർഗനൈസേഷനെ കുറിച്ചും ഓർഗനൈസേഷന് എംപ്ലോയിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ. പിന്നെ എംപ്ലോയീസിനെ അസസ് ചെയ്യാൻ. സെലക്ഷനിൽ നമ്മൾ പറഞ്ഞു, even though the selection process assessed the training needs of the employee, ആ സെലക്ഷൻ പ്രോഗ്രാമില് എംപ്ലോയിയുടെ ട്രെയിനിങ് ആവശ്യകതകൾ വിലയിരുത്തുന്നുണ്ട്. എങ്കിലും ഓറിയന്റേഷനിൽ എന്ത് ചെയ്യുന്നു, ആ ചാർട്സ് വീണ്ടും അവര് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, അസസ് ചെയ്യാൻ. പിന്നെ അടുത്തതാണ് അക്ലിമാറ്റൈസിങ് എംപ്ലോയി, എംപ്ലോയീസിനെ പൊരുത്തപ്പെടാനായിട്ട്, ഈ നമ്മുടെ പുതിയ ജോബുമായിട്ട്, ഡിപ്പാർട്ട്മെന്റുമായിട്ട്, വർക്കേഴ്സുമായിട്ട്, ഇവരൊക്കെയായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും സഹായിക്കുന്നു. പിന്നെ HR കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. അതായത് അവർക്ക് പ്രോപ്പറായിട്ട് ഇൻഡക്ഷൻ ഓറിയന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക, അവര് നല്ല രീതിയിൽ ചെയ്യും. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ട്രെയിനിങ് ഒന്നുമില്ല, നേരെ നമ്മൾ അവർ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ വരുത്താം. അപ്പൊ കമ്പനിക്ക് നഷ്ടവും വരാം. അപ്പൊ HR കോസ്റ്റ് കൂടും. പിന്നെ അടുത്തതാണ് ടീം സ്പിരിറ്റ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുമ്പോൾ എന്താണ്, അവർക്കിടയിൽ ഒരു ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാക്കും. പിന്നെ എംപ്ലോയീസിനെ സോഷ്യലൈസേഷൻ, ഒരു സാമൂഹ്യവൽക്കരിക്കാനായിട്ട്, എല്ലാവരും ഗ്രൂപ്പ് പോലെ അവരുടെ വിശ്വാസങ്ങൾ, വാല്യൂ, സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാനും അതൊക്കെ എല്ലാരും നമുക്ക് ഡെവലപ്പ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടും, ഫോർമൽ ഇൻഫോർമൽ ഗ്രൂപ്പുകളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനും സാധ്യമാക്കുന്നു. ക്ലിയർ ആണോ നോക്കിയേ? സോഷ്യലൈസിങ് എംപ്ലോയീസ്. പർപ്പസ് ഓക്കെ ആണോ? 8 പോയിന്റ്സും. ഓക്കെ, ഓക്കെ ആണോ? 8 പോയിന്റ്സ് മനസ്സിലൂടെ വന്നോ? കിട്ടിയോ? യെസ്. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ. പല തരത്തിലുള്ള ഓറിയന്റേഷൻ ഉണ്ട്. There are 2 type of, ഇതിനകത്ത് നമുക്ക് 2 തരാണ് മെയിൻ ആയിട്ട്, പല തരത്തിലുണ്ട്. There are the type of orientation. ഇവിടെ നമുക്ക് എത്രയുണ്ട് പറയുന്നത്? 5 ടൈപ്പ്, 5 ടൈപ്പാണ് പറയുന്നത്. അപ്പൊ നമുക്ക് താഴെ കുറച്ച് തരത്തിലുള്ള ഓറിയന്റേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഒന്നാമത് നോക്കിയേ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ. ഫോർമൽ ആയിട്ടുള്ള, ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, ഔപചാരികമായിട്ടുള്ള ഓറിയന്റേഷൻ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അനൗപചാരികമായിട്ടുള്ള ഓറിയന്റേഷൻ. നോക്കിയേ, the formal induction is a systematic method of introducing new appointees to the organization. അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഇതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഫോർമൽ ആണ്, ഔപചാരികമായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്, ഔപചാരികമായിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. It's a systematic method of introducing new appointees. പുതുതായിട്ട് ആ ഓർഗനൈസേഷനിലേക്ക് പ്രവേശിക്കുന്ന ആ ന്യൂ അപ്പോയിന്റീസിനെ പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. ആ സ്ഥാപനത്തിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. നേച്ചർ, വർക്ക്, ജോലിയുടെ സ്വഭാവം, ആൻഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ, ഇതേക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്
method. Dash is a systematic method of introducing new appointees. Systematic method എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ഫോർമൽ ഓറിയന്റേഷൻ. ക്ലിയർ ആണോ? ഇത് ഒരു അടക്കം ചിട്ടയും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ളതാണ്. അത് സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണ്. പുതിയ അപ്പോയിന്റീസിനെ, കമ്പനിയെ കുറിച്ച്, അതുപോലെ തന്നെ അത് വർക്കിന്റെ സ്വഭാവം, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ്. ദിസ് പ്രോസസ് ജനറലി റിക്വയർഡ് എ ലോട്ട് ഓഫ് ടൈം ഫ്രം ദ ടോപ്പ് ഒഫീഷ്യൽസ്. ഇതിന് നമുക്ക് എന്താ, ഇങ്ങനെ നമുക്ക് ഒരു ഫോർമൽ ഇൻഡക്ഷൻ കൊടുക്കാനായിട്ട് ഒരുപാട് സമയം ആവശ്യമായിട്ട് വരാം. ടോപ്പ് ഒഫീഷ്യൽസിന് ലോട്ട് ഓഫ് ടൈം വേണ്ടി വരാം. as it requires them to study the needs of the new entrants and they satisfy the same. അല്ലെ, അതായത് പുതിയതായി പ്രവേശിക്കുന്ന അവരുടെ ആവശ്യങ്ങള്, അതിനെ കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം, അവരെ തൃപ്തിപ്പെടുത്തണം. അല്ലെ, അപ്പൊ അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇച്ചിരി ടൈം കൂടുതൽ സമയമാകുന്ന കാര്യമാണ്. But it proves beneficial in long run as its process enables the new employee to commit less number of mistakes during their working period and develop a good unity with others. ചെയ്തിട്ടെ അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താ? ഈ ഫോർമൽ ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞു അവിടെ കുറെ സമയമാക്കുമെന്ന് പറഞ്ഞു, എങ്കിലും ഒരു ഗുണമുണ്ട്. എന്താ? നമ്മളിങ്ങനെ സമയമെടുത്താണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു ട്രെയിനിങ്, ഫോർമൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തില് നമുക്ക് പുതിയതായിട്ട് പ്രവേശിക്കുന്ന എംപ്ലോയീസ് അവർക്ക് മിസ്റ്റേക്ക് കുറയ്ക്കാൻ, അല്ലെ, നല്ല ട്രെയിനിങ് കിട്ടിയാൽ പിന്നെ തെറ്റേണ്ട ആവശ്യമില്ല. അവർക്ക് മിസ്റ്റേക്ക് കുറയ്ക്കാൻ ഡ്യൂറിംഗ് ദർ വർക്കിംഗ് പീരീഡ്, അവരുടെ വർക്കിംഗ് പീരീഡില് അവർക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ കുറയ്ക്കാൻ, പിന്നെ അതുപോലെ അവർക്കിടയിൽ ഒരു ഗുഡ് യൂണിറ്റി, ഒരു നല്ലൊരു ഐക്യം നിലനിർത്താനും സഹായിക്കും. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. During the formal orientation, the new recruits come to know about the most appropriate person to contact for different sets of work related problems. അപ്പൊ ഇതിനകത്ത് ഫോർമൽ ഓറിയന്റേഷനിൽ ഉണ്ടല്ലോ, പുതുതായിട്ട് വരുന്ന റിക്രൂട്ട്സ്, ന്യൂ റിക്രൂട്ട്സ്, അവർക്ക് എന്താണ്, നമുക്ക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവിടെ അതിന് അനുയോജ്യമായിട്ടുള്ള വ്യക്തികളുണ്ട്. അവിടെ അതിന് കറക്റ്റ് ആയിട്ട് അത് പറയാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള കൃത്യമായിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് നമുക്ക് എന്താ, അവരെ അറിയാൻ പറ്റും, അവരെ സമീപിക്കാൻ പറ്റും. വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അത് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറയാനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് അവിടെ. In this process, ഈ പ്രോസസ്സിൽ ആരൊക്കെ അവിടെ ഉള്ളത്? ഒഫീഷ്യൽസ് ഓഫ് ഓൾ ദ ലെവൽസ് ഇൻവോൾവ്, ലൈക്ക് ദ CEO. CEO ആരാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO. ആരാ? CEO ഉണ്ട്, GM ഉണ്ട്, ജനറൽ മാനേജർ ഉണ്ട്, ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഉണ്ട്, സീനിയർ മാനേജേഴ്സ്, ലൈൻ മാനേജേഴ്സ് എക്സെട്ര ഉണ്ടോ. അങ്ങനെ അനുയോജ്യമായിട്ടുള്ള വ്യക്തികളുണ്ട്. പുതിയ റിക്രൂട്ട്സിന് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അവരുടെ കീഴിൽ നല്ല ഒരു ഇതാണ് കൊടുക്കുന്നത്, നല്ലൊരു ഓറിയന്റേഷൻ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആളുണ്ട് അവിടെ. മനസ്സിലാവുന്നുണ്ടോ? ഫോർമൽ ഓറിയന്റേഷനില് the new recruits comes to know about the most appropriate, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യക്തികളുണ്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ for the different set of work related problems. In this process, officials of the അപ്പൊ ആരൊക്കെ ആകാം? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആരൊക്കെ ആവാം? CEO ആവാം, ജനറൽ മാനേജർ ആവാം, ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളാകാം, സീനിയർ മാനേജേഴ്സ്, ലൈൻ മാനേജേഴ്സ് എക്സെട്ര. One of the advantage of formal orientation program is that a company might be able to win the trust of the employees at the initial stage. Underline ചെയ്ത sentence last underline ചെയ്തത് കേട്ടോ. എന്താണ് ഒരു അഡ്വാൻറ്റേജ്? ഈ ഫോർമൽ ഓറിയന്റേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? കമ്പനി ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ എംപ്ലോയിയുടെ, പുതുതായിട്ട് വരുന്ന എംപ്ലോയിയുടെ ട്രസ്റ്റ്, വിശ്വാസം, അല്ലെ, വിശ്വാസം നേടാനും കഴിയും ഈ ഫോർമൽ ഓറിയന്റേഷനിലൂടെ. നമ്മൾ ഫസ്റ്റ് തന്നെ ചെല്ലുകയാണ്, നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ട്രെയിനിങ് കാര്യങ്ങൾ, നമ്മുടെ ഒരു ഹെഡ്, അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനിയോടുള്ള ആദ്യ ദിവസം തന്നെ കൊള്ളാം, അല്ലെങ്കിൽ നല്ല ഇതാണ്, നല്ല കറക്റ്റ് ആയിട്ട് റൂൾസ് റെഗുലേഷൻസ് ഇതൊക്കെ ഉണ്ട്, നല്ല രീതിയിലാണ് നമുക്കൊരു വിശ്വാസം വരുമല്ലേ?
അല്ലെ? അവിടെ തന്നെ നമുക്ക് നിൽക്കാനും നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ നമ്മൾ അന്വേഷിക്കാതെ നോക്കാനും നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ നമുക്കൊരു കമ്പനിയോട് ഒരു മോശമായിട്ടുള്ള ഒരു ഇതാവും നമ്മുടെ മനസ്സിൽ. ഇവിടെ നമുക്ക് ഫോർമൽ ഓറിയന്റേഷൻ കിട്ടിയതിലൂടെ നമുക്ക് ആ ആദ്യ ഘട്ടത്തിൽ തന്നെ, അതായത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമുക്ക് ട്രസ്റ്റ്, വിശ്വാസം, എംപ്ലോയിക്ക് ആ കമ്പനിയെ കുറിച്ചുള്ള ഒരു വിശ്വാസം നേടാനും കഴിയും. ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ചെയ്യിക്കാനും പറ്റും. Whereas employees also feel easy to understand the culture, working condition, nature of the work, etc. of the organization. Whereas employees also feel, employee ഇതും കൂടി കിട്ടും എന്താ, അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, അതേക്കുറിച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, നേച്ചർ ഓഫ് ദി വർക്ക്, വർക്കിന്റെ നേച്ചർ എങ്ങനെയാണ്, ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും പറ്റും. അതും കൂടി അണ്ടർലൈൻ ചെയ്തോട്ടോ. Understand the culture through formal orientation. Employees also feel it easy to understand the culture, working condition, nature of the job of the organization. ഇതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഇനി അടുത്തതാണ് ഇൻഫോർമൽ മെത്തേഡ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഫോർമൽ ആണ്. അതെന്താ? ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണ്. പുതിയ ആളായിട്ട് വരുന്ന ന്യൂ അപ്പോയിനീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഫോർമൽ ഓറിയന്റേഷൻ. ഇനി അടുത്ത് നോക്കി, ഇൻഫോർമൽ മെത്തേഡ് എന്താ? ഓഫ് ദ ഇൻഡക്ഷൻ ഈസ് ക്വൈറ്റ് അൺപ്ലാൻഡ്. ഇത് തികച്ചും അൺപ്ലാൻഡ്. അത് പ്ലാൻഡ് അല്ല, ആസൂത്രിതമല്ല, ആസൂത്രണം ചെയ്യാത്തതാണ്. Here the employees get acquainted with the organization work situation through his own experience. നമ്മൾ എങ്ങനെ പഠിക്കണം? എങ്ങനെ പരിചയപ്പെടുക? നമ്മൾ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനെ എങ്ങനെയാണ് നമ്മൾ അവിടെ പരിചയമാക്കുന്നത്? അവരുടെ എക്സ്പീരിയൻസിലൂടെ. വർക്ക് സിറ്റുവേഷൻസ് ത്രൂ ഹിസ് ഓൺ എക്സ്പീരിയൻസ്. വേറെ ആരും അവിടെ ഇല്ല. നമുക്ക് നമ്മളുടെ തന്നെ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ആൻഡ് ബൈ യൂസിങ് എന്താ ഉപയോഗിക്കുന്നത് അവിടെ? ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. ഓക്കെ, അവിടെ ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഇൻഡക്ഷനില് അത് തികച്ചും അൺപ്ലാൻഡ് ആണ്. അവിടെ എങ്ങനെ വേണം അവർക്ക് അതിന് പറഞ്ഞ് ഇതാക്കി കൊടുക്കുന്നതല്ല. അവിടെ അവര് പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസ് അവരുടെ സ്വന്തം അനുഭവത്തിലൂടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യും, ചിലപ്പോൾ തെറ്റിപ്പോവും, അപ്പൊ നമ്മൾ ഒന്നോടെ ചെയ്യും, പിന്നെ ചിലപ്പോൾ കുറച്ചും കൂടി ശരിയാവും, പിന്നെയും ചെയ്യും, അങ്ങനെ ശരിയാക്കും, തെറ്റ് വരുത്തി ശരിയാക്കുന്നു. അതല്ലേ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതിൽ കൂടെ അവന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് വർക്ക് സിറ്റുവേഷൻസ് ഒക്കെ അവര് പഠിക്കുന്നത്. But in case the new employee, first sentence underline ചെയ്തോളാം. But in case the new employee do their work properly. അപ്പൊ അങ്ങനെ അവര് അവരുടെ വർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും വർക്ക്. Due to this, they either commit mistake from time to time. അവർക്ക് എന്താണ് മിസ്റ്റേക്കുകൾ പറ്റാം, തെറ്റുകൾ വരുത്താം. അത് കുറച്ച് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ ശരിയാവുള്ളൂ. And or they tend to leave their job at the slightest opportunity. പിന്നെയോ അവർക്ക് എന്താണ് തെറ്റുകൾ വരുത്താൻ, കറക്റ്റ് ട്രെയിനിങ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റുകൾ വരുത്താനും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അവർക്ക് ആ ജോലിയിൽ നിന്ന് മാറാനും പറ്റുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് ദിവസം ശരിയാവുള്ള, എനിക്ക് പറ്റുള്ള, എനിക്ക് അത് പറ്റില്ല എന്ന് പറയുമ്പോ അഖില വേറെ സ്ഥലത്തുണ്ടെങ്കിൽ അഖില പറയണതേ നീ എന്റെ ഓഫീസിലേക്ക് പോയതേ അവിടെ നല്ല ഇതാന്നൊക്കെ പറയുമ്പോ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടാനോ, എനിക്കൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഈ ജോലി ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകാനും പറ്റും, പോകുകയും ചെയ്യുന്നവര്. ഓക്കെ, അവർക്ക് മിസ്റ്റേക്കുകൾ അവര് വരുത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് ആ ജോലിയിൽ നിന്ന് വേണ്ടാന്ന് വയ്ക്കുക. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അവർ ആ ജോലിയിൽ നിന്ന് ഗിവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദിസ് വിൽ നോട്ട് ഓൺലി ഇൻക്രീസ് ദ ലേബർ ടേൺ ഓവർ റേറ്റ്. ഇത് ഈ ലേബർ ടേൺ ഓവർ, ലേബറിന്റെ പൊടിഞ്ഞു പോകും. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? പൊടിഞ്ഞു പോകും. ഇത് ലേബർ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ബട്ട് ദ കമ്പനി ഓൾസോ നീഡ് ടു ഇൻവെസ്റ്റ് ടൈം ആൻഡ് മണി ഇൻ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് അഗെയിൻ. അത് മാത്രമല്ല,
അവിടെ വന്നവര് അത് ഒഴിഞ്ഞു പോകും എന്നുള്ളത് മാത്രമല്ല, കമ്പനിക്ക് ഇൻവെസ്റ്റ് ടൈം, കൂടുതൽ ടൈമും മണിയൊക്കെ വീണ്ടും റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് ആവശ്യമായിട്ട് വരുന്നത്. The company also need to invest time, invest ചെയ്യേണ്ട, money invest ചെയ്യേണ്ട വരാം in the recruitment process again. The process can be said to be advantageous only if the employee persists for long and understand the organization thoroughly. ഈ പ്രോസസ്സ് നമുക്ക് അഡ്വാൻറ്റേജസ് ആണ് only എങ്ങനെ മാത്രം, എപ്പോ മാത്രം, നന്നായി ആ എംപ്ലോയി ദീർഘകാലം നമ്മുടെ കമ്പനിയിൽ നിലനിൽക്കുകയും അതുപോലെ അവർ നല്ല രീതിയിൽ അത് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രം ഈ പ്രോസസ്സ് അഡ്വാൻറ്റേജ് ആണ് പറയാം. This process can be said to be advantageous if the employee persists for long. ദീർഘനാള് ആ കമ്പനിയിൽ അവര് നിലനിൽക്കുകയും and understand the organization thoroughly. ആ നമ്മുടെ ഓർഗനൈസേഷനെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രം ഇത് അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. രണ്ട് തരത്തിൽ മനസ്സിലായോ? ഫോർമൽ എന്താണ്? അവിടെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണ്. Systematic method of introducing new appointee to the organization. അവിടെ ഒരു ടോപ്പ് ഒഫീഷ്യൽസ് ഉണ്ടാവും, നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ ഉണ്ടാവും അവിടെ. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് എംപ്ലോയിക്ക് ആ കമ്പനിയെ കുറിച്ചുള്ള നല്ല വിശ്വാസവും കാര്യങ്ങളും ഒക്കെ നേടാനും അവർക്ക് അവിടുത്തെ കൾച്ചർ, വർക്കിംഗ് കണ്ടീഷൻ, നേച്ചർ ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കാനും പറ്റും. എന്നാൽ ഇൻഫോർമൽ മെത്തേഡോ ഇത് തികച്ചും പ്ലാൻഡ് അല്ല, അൺപ്ലാൻഡ് ആണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പഠിക്കാം? നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ്. നമ്മൾ ചെയ്യുന്നു, തെറ്റിപ്പോകുന്നു, വീണ്ടും ചെയ്യുന്നു, വീണ്ടും തെറ്റുന്നു, വീണ്ടും ചെയ്യുന്നു, വീണ്ടും ശരിയാക്കി അങ്ങനെ പഠിക്കുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെയാണ് അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ കൂടുതൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അത് ലേബർ ടേൺ ഓവർ മെത്തേഡ്, ആ ലേബേഴ്സിന്റെ എംപ്ലോയി ഒഴിഞ്ഞു പോകുന്നത് ആ കൂട്ടുക മാത്രമല്ല, പിന്നെ അതുപോലെ തന്നെ കമ്പനിക്ക് ഈ നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വീണ്ടും ചെയ്യാനുള്ള സമയവും മണിയും ഇതൊക്കെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇത് എപ്പോഴാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? എപ്പോ മാത്രം ആ എംപ്ലോയി ദീർഘനാൾ അവിടെ നിൽക്കുമ്പോഴും ഓർഗനൈസേഷനെ കുറിച്ച് കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഫോർമലും ഇൻഫോർമൽ ഓറിയന്റേഷൻ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. ഒരു രണ്ട് സെന്റൻസ് പറയാം നമുക്ക്. The next thing recruiting managers need to choose whether the orientation program should be conducted in group or individually. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. നമ്മളൊന്ന് പറഞ്ഞതാണ്, ആ പേരിൽ നിന്ന് തന്നെ അറിയാം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിക്രൂട്ടിംഗ് മാനേജേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഓരോ വ്യക്തികൾക്കും കൊടുക്കണോ അല്ലെങ്കിൽ എന്താ ഗ്രൂപ്പിന് കൊടുക്കണോ? ഇപ്പൊ സൗമ്യക്ക് മാത്രം കൊടുക്കണോ? വേറെ ദിവസം അഖിലയ്ക്ക് കൊടുക്കണോ? വേറെ ദിവസം ഗംഗയ്ക്ക് കൊടുക്കണോ? വേറെ ദിവസം കാവ്യക്ക്? അങ്ങനെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കണോ? അതെല്ലാവർക്കും കൂടിയുള്ള നിങ്ങളുടെ HRM 9th ബാച്ചിന് മൊത്തമായിട്ട് കൊടുക്കണോ? മനസ്സിലായോ? അതാണ് അടുത്തൊരു കാര്യം. If the candidates are oriented individually, ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ഓറിയന്റേഷൻ കൊടുക്കുമ്പോഴോ then it is difficult to understand the views of the different recruits. റിക്രൂട്ട്സിന്റെ വ്യൂ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. Which is dissimilar to that of collective orientation. ഇത് collective orientation നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. Because the individual orientation emphasize on a particular person viewpoint. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്തിനാണ് എംഫസിസ് ചെയ്യുന്നത്? ആ പ്രത്യേക വ്യക്തിയുടെ വ്യൂ പോയിന്റ്, അവരുടെ പ്രിഫറൻസ് ആൻഡ് ഡിസ്ലൈക്ക്, ഇതിനെയൊക്കെയാണ് അത് എംഫസിസ് ചെയ്യുന്നത്, മുൻഗണന കൊടുക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് individual orientation, emphasis on a particular person's viewpoint, preference and dislike. Individual orientation is time taking and expensive. Like ഓരോരുത്തർക്കും കൊടുക്കാന്ന് പറയുന്നത് ടൈം കൂടുതൽ എടുക്കും, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്.
അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.